എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിബി അരുൺ, ലൈഫ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, സ്പെഷ്യൽ പാരൻറ്റ് മോട്ടിവേറ്ററാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ ടൈമിൽ ഈ ഒരു യുഗത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്ന്, അല്ലേ? ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സ്ഥിരത പോലെ, അല്ലേ? സ്ഥിരമായ ഒരു ജോലി ഉള്ളപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്ന എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഞാൻ ലിസ്റ്റിലൊക്കെ വന്ന ആളാണ്, പക്ഷെ എന്തോ എനിക്ക് കയറാൻ പറ്റിയില്ല. ആ എക്സാമിന് ജോലി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ആ കൊറോണ ടൈമിലാണ് ഞാൻ ലിസ്റ്റിലൊക്കെ വന്നത്, പക്ഷെ അപ്പം ഞാൻ കയറിയില്ല. കൊറോണയുടെ ഇതിലങ്ങനെ ആ ലിസ്റ്റ് ക്യാൻസലായി പോയി, അങ്ങനെ ഒക്കെ. പക്ഷേ അന്നൊക്കെ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളോ വിഷ്വലൈസേഷനോ അഫർമേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് PSC എഴുതിയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, വിബി ഇങ്ങനെ കുറേ ടെക്നിക്കുകളുണ്ട്. അന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായി. ഞാനിത് കൂടുതൽ പഠിച്ചപ്പം, ഈ ലൈഫ് കോച്ചിങ്ങിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന്. കാരണം ഒത്തിരി ഈ ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കമില്ലാതിരുന്ന് പഠിച്ച് ഒത്തിരി കഷ്ടപ്പെടുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജൂനിയർ കുട്ടി, പിന്നെ എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ച ജൂനിയറായിട്ട് പഠിച്ചത്, അപ്പോൾ പുള്ളിക്കാരത്തി ഒരു 2 വർഷം മുമ്പ് PSC എക്സാം എഴുതിയപ്പം അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു, എടാ, ഞാൻ പറയുന്ന ഒരു ടെക്നിക്ക് ചെയ്താൽ നിനക്ക് ഉറപ്പായിട്ടും PSC ലഭിക്കുന്നു. സത്യമായിട്ടും അത് വർക്കൗട്ടായി. പുള്ളിക്കാരത്തേക്ക് PSCയിലൂടെ റാങ്ക് ലിസ്റ്റിൽ വന്നു. അവൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പം ജോലിക്കും കയറി. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ചില ടെക്നിക്കുകൾ നമ്മൾ അറിഞ്ഞാലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് കിട്ടാത്ത അവർക്ക് കിട്ടരുതെന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു സന്തോഷം, എനിക്കൊരു സന്തോഷം വരുന്നത്. അപ്പോൾ എനിക്കിത് വർക്കൗട്ട് ആവാത്തത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഏജ് ഓവറായി, അതുകൊണ്ട് എനിക്ക് PSC എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ബാക്കിയുള്ളവർ ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടണം. അപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടം പോലെ പഠിക്കും, എന്താ പറയുക, നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും, പോയി ദൈവത്തോടെ, ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് കിട്ടാറില്ല. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു അഫർമേഷനുണ്ട്. ആ അഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ? അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾക്ക് പഠിത്തത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആവുന്ന ഒരു ടൈം ഉണ്ടാവും, ഇല്ലേ? എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴോ, കുളിക്കുമ്പോഴോ, പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴോ, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്താണ് ആ പിന്നെ എളുപ്പവിദ്യ നിങ്ങൾക്കറിയണ്ടേ? അതാണ് അഫർമേഷൻ, അതായത് ദൃഢപ്രതിജ്ഞാവാചകം. എന്താണ് ആ ദൃഢപ്രതിജ്ഞാവാചകം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി PSC എക്സാമിലൂടെ ഗവൺമെൻറ് ജോലി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. ഓക്കെ? ഇതാണ് ആ അഫർമേഷൻ. നിങ്ങൾ എത്ര മാത്രം വേണമെങ്കിൽ പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ആ ജൂനിയർ എന്നെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ജോലി കിട്ടാൻ കാര്യം എനിക്ക് ചേച്ചിയുടെ ആ അഫർമേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവൾ അഫർമേഷൻ മാത്രമല്ല, അവൾ വിഷ്വലൈസേഷനും കൂടെ ചെയ്തായിരുന്നു. ഈ അഫർമേഷനും ചെയ്ത് വിഷ്വലൈസേഷൻ, അതായത് നമുക്ക് ജോലി കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക, ഡ്രീം ചെയ്യുക. ശരിക്കും ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഭയങ്കര, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇടാം കേട്ടോ, എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാമെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഓക്കെ? അപ്പോൾ വിഷ്വലൈസേഷനും ഈ അഫർമേഷനും കൂടെ ചെയ്ത് ഉറപ്പ് നിങ്ങൾക്ക് ആ ജോലി ഉറപ്പ്. അപ്പോൾ അമിതമായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയേ തീരൂ എന്ന് അടങ്ങാത്ത ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു അഫർമേഷൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ ജോലി കിട്ടുമ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, ചേച്ചി പറഞ്ഞ അഫർമേഷൻ വെച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് ജോലി കിട്ടി ചേച്ചി, എനിക്ക് ജോലി കിട്ടിയെന്ന് എന്നോട് പറയണം. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും.
എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അന്ന് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നടാ. പണ്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ അഫർമേഷൻസും വിഷ്വലൈസേഷൻ ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യൂട്യൂബിലൂടെ ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ഈ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ഉയരങ്ങൾ കീഴടക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.